ഈ രണ്ട് വണ്ടിക്കും 70 റുപ്യ. 2007 AC ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു വണ്ടിക്ക് ഏറ്റവും കുറഞ്ഞ വില 70 റുപ്യ. ഇത് 27 വരെ ഉണ്ടാവും. ഇത് 27 വരെ ഉണ്ട്. 2012 ഈ ഡീസലാണ്. ഇതൊരു ഉറുപ്പ്യ ചോദിച്ച വണ്ടിയാണ്. കുറച്ച് 70,000 കൊടുക്കും. ഈ രണ്ട് വണ്ടിക്കും 70 ഓഫർ പ്രൈസാണ്. പുതിയ ഒരു വീഡിയോ 2026 ജനുവരി മാസം 9-ാം തീയതി 2026 ഫസ്റ്റ് വീഡിയോ നമ്മൾ ഒരുപാട് വണ്ടികൾക്ക് ഇപ്പൊ വില കുറച്ചു. എങ്ങനെയൊന്ന് നോക്കിയാലോ. ഇത് 2013 ZDI ഡീസല്, ഒരു റീപ്ലേസും ഇല്ല. ബ്ലൂ കളറിൽ വരുന്നത്. ഓണർഷിപ്പോ ഇത് 4ാമത്തെ ഓണർഷിപ്പിൽ. കിലോമീറ്റർ എത്രയാണ്? 1.10. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 3.30. 3,30,000. 2000 എത്ര മോഡല്? 2013 ഡീസൽ ZDI. ഓക്കെ, അപ്പൊ ലോൺ കയറും. എത്ര കയറും? നമുക്കൊരു 2.25 ലോൺ കയറും. 2013 ആൾട്ടീസ് ആണ്. ഇത് വില കുറച്ച്. എത്ര കുറച്ചു? 3.25 ചോദിച്ചത് 3.5 കൊടുക്കാം. 3.25 ചോദിച്ചു 3.5 കൊടുക്കല്ലേ? ഇതിന്റെ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ? 3 ഓണർ, രജിസ്ട്രേഷൻ, ഡീസല് വരുന്നത്. 3.25 വരെ ലോൺ കിട്ടും. 3.25 വരെ ലോണും കിട്ടുമല്ലേ? ഓട്ടോ ഇട്ടിനോട് ഉണ്ടാകുന്ന എപ്പോഴും ആൾക്കാർ ചോദിക്കലുണ്ട്. ഇപ്പം ഇന്നലെ ഒന്നുണ്ട് കൊടുത്ത്. ഇത് 12-13 സിംഗിൾ ഓണർഷിപ്പ്. 2012-13 സിംഗിൾ ഓണർഷിപ്പിൽ ചെറിയൊരു ഫാമിലിക്ക് നല്ല അടിപൊളി വണ്ടി. 1.5 റുപ്യ. 1.5 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. തട്ടില്ല മുട്ടലില്ല ഒന്നുമില്ല. എത്ര കിലോമീറ്റർ റണ്ണിങ്? എത്ര? ഒന്നിൻ്റെ അടുത്ത് ഓടിക്കുന്നത്. 2011 മോഡല് VXI പുതിയ ടാക്സ് അടച്ചിക്കണേ. റിന്യൂവൽ എടുത്തു കൊടുക്കും. നമ്മൾ എടുത്തു കൊടുക്കും. എടുത്തിട്ട് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഫൈനൽ പ്രൈസ് 1.5. വാഗനർ ഒക്കെ നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ്. 1.5ക്ക് നമുക്ക് കൊടുക്കാം. അതും പുതിയ പേപ്പർ എടുത്തിട്ട്. തൊട്ടടുത്തൊരു വാഗനർ കൂടി കിടക്കുന്നുണ്ടല്ലോ. 2010 പുതിയ പേപ്പർ എടുത്ത വണ്ടി, പുതിയ ഇൻഷുറൻസ് എടുത്തിക്കണേ. എങ്ങനെ റേറ്റ്? 1.30. ഓണർഷിപ്പോ? തേർഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ റണ്ണിങ് ഇത് വരുന്നത്? 80 കിലോമീറ്റർ റണ്ണിങ്ങിലും വരുന്നല്ലേ? നല്ലൊരു വണ്ടിയാണ്, അടിപൊളിയായിട്ട്. വേറെ തട്ടലും മുട്ടലും മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഒരു നാനോ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് നമ്മള് 60 ചോദിച്ചിന് 55 ആക്കിയാണ്. 55. മോഡൽ എത്ര? 2014 മോഡല്. 60 ചോദിച്ചത് 55 ആക്കി. ഇതിന്റെ ഓണർഷിപ്പ് എങ്ങനെയാണ്? തേർഡ് ഓണർഷിപ്പിൽ വരുന്നല്ലേ? തട്ടലില്ല മുട്ട സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നേ. തട്ടലില്ല മുട്ടലില്ല ഒന്നുമില്ല. 2007 MPFI ഇഞ്ചുള്ള AC പവർ സ്റ്റിയറിംഗ് ഇപ്പോൾ 55 രൂപ കൊടുക്കാം. 55 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. 60 ചോദിച്ച വണ്ടി 5 കുറച്ച്. ഇതിന്റെ പേപ്പർ വർക്ക് എത്ര? 27 വരെ പേപ്പർ വർക്കുള്ള വണ്ടി. 2013 മോഡല് ഇറ പ്ലസ് ഇയോണ് 2 പവർ വിൻഡോ. ഇത് നമ്മൾ 1.5 ചോദിച്ചിന്. 1.40. ഇപ്പോൾ 1.35 ആക്കി. 1.35 ആക്കി. പിന്നെ കുറച്ച് ₹1 ലോൺ കിട്ടും. ലോൺ. അതായത് വെറും 35,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. ഇയോൺ ഇറക്കല്ലേ? 35,000 കൊണ്ടാൻ പറ്റിയൊരു മുതലാണ് ഇട്ടത്. ഒരു ആൾട്ടോ നോക്കി നടക്കുന്ന 2030 വരെ പേപ്പർ. 2030 വരെ പേപ്പർ ഉണ്ട്. 2008 LX വണ്ടി. LX എങ്ങനെ ചോദിക്കും? 75 രൂപ. കിലോമീറ്റർ റണ്ണിങ് അതൊക്കെ പഴയ വണ്ടിയല്ലേ, അത്യാവശ്യം ആയിട്ടുണ്ടാവും. ഓണർഷിപ്പും ചോദിക്കണ്ടല്ലോ. അത് രണ്ടും അത്യാവശ്യം ആയിട്ടുണ്ടാവുന്നതാണ്. 2009 മോഡല്. 2009 മോഡൽ ഒരു ബ്ലാക്ക് ബ്യൂട്ടിയിൽ വരുന്ന വണ്ടി. ഇത് നമ്മൾ 1.40 ചോദിച്ചത്. ഓട്ടോമാറ്റിക് 1.30 ആക്കി. 1.30 ആക്കിയല്ലേ? പെട്ടെന്ന് പോകാൻ വേണ്ടിട്ട് ഓട്ടോമാറ്റിക് ആണല്ലേ വരുന്നത്? വില കുറച്ചതാ. 2009 മോഡല്. 4 ടയർ പുതിയത്. ₹1 ചോദിച്ചത് ഇപ്പൊ 90 രൂപ ആക്കി. 90 രൂപയ്ക്ക് കൊടുക്കാം. അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വണ്ടി, നല്ല വണ്ടി. ഓക്കെ, ഇവിടെ നമ്മൾ അംബാസഡർ നടക്കുന്നുണ്ട്. അതെ, ആദ്യത്തെ സിംഗിൾ ഓണറെ കൊടുത്ത്. ഇത് ഓണർഷിപ്പ് 3 ഉണ്ട്. AC ഉണ്ട്. 2006 29 വരെ ടാക്സ് ഉണ്ട്. ആദ്യത്തെ സിംഗിൾ ഓണർ നമ്മൾ കൊടുത്തല്ലേ? കൊടുത്ത്. ഇത് 3ാമത്തെ ഓണർഷിപ്പിൽ വരുന്നുണ്ട്. AC ഒക്കെ വരുന്നേ. ചോദിക്കുന്ന റേറ്റ് ₹1 ചോദിക്കണ്ടേ. നമുക്ക് ഒരു കസ്റ്റമർ 90 കൊടുക്കാം. 90 കൊടുക്കാം ലാസ്റ്റ്. പേപ്പർ 29 വരെ ഉണ്ട്. 2029 വരെ പേപ്പറിലുണ്ട്. AC കേട്ടോ. 13 മോഡല്. 2013 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ്.
നമ്മൾ ചോദിക്കുന്ന റേറ്റ് എങ്ങനെ? 2.5 റുപ്യ 2.30 വരെ ലോൺ കിട്ടും. 2.30 വരെ ലോണും കിട്ടും. 2.5 നമ്മൾ ചോദിക്കുന്നത്. ആ ടയർ പുതിയത് ചെറിയ പൈസക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയല്ലേ? 2018 സിംഗിൾ ഓണർഷിപ്പ് 80 കിലോമീറ്റർ ഓടിക്കണേ. 1.70 1,70,000 രൂപ 1.5 വരെ ലോൺ കിട്ടും. 1.5 റുപ്യ വരെ ലോണും പ്രതീക്ഷിക്കാൻ പറ്റാ. 1,78 70 20,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. നമുക്ക് വണ്ടി ഇറക്കാം. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. തട്ടില്ല മുട്ടില്ല ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. 2018 മോഡല് അല്ലേ? ഇത് 2017 മോഡൽ. തൊട്ട് എയർ ബാഗുകള് സിംഗിൾ ഓണർ ഏറ്റവും ഫുൾ ഓപ്ഷൻ. എങ്ങനെ ചോദിക്കണേ? ഇത് നമുക്ക് 2 റുപ്യ 2 റുപ്യ കൊടുക്കാൻ പറ്റും. നല്ല കസ്റ്റമർ ആണെങ്കിൽ 1.80 വരെ ലോൺ കിട്ടും. 1.80 വരെ. അതും അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 റുപ്യ ഇറക്കാൻ പറ്റിയ വണ്ടി. വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി കൂടിയല്ലേ? സിംഗിൾ ഓണർ. ഒരു ഓഫറിന്റെ വണ്ടി ഉണ്ടായിരുന്നില്ല, അത് കൊടുത്താ? അത് ഇപ്പം ഒരു വണ്ടി എടുത്തൊരു വണ്ടി ഫ്രീ ആണ്. അത് വയനാട്ടിലേക്ക് വിറ്റ്. സ്കേല അത് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ആൾ വന്ന് കൊണ്ടുപോയി. ഇത് 2011 മോഡലാണ്. ഒരു പാർട്ടി ഒരു ചെറിയ അഡ്വാൻസ് ആക്കിയാണ്. ചിലപ്പോൾ നാളെ കച്ചവടം ആവും. 90 കൊടുത്തത്. ഇത് നമ്മൾ 1.5 ചോദിച്ചത്. ഇതിപ്പം 1.40 ആക്കിയാണ്. 10,000 റുപ്യ CMG ഉള്ള വണ്ടിക്ക് ഓൾറെഡി 10,000 റുപ്യ കുറച്ച്. 2008 മോഡല് പെട്രോൾ കൊറോണ. ഓണർഷിപ്പ് എങ്ങനെ തന്നെ? ഇത് 3 ആളായി. 2010 പുതിയ പേപ്പർ എടുത്ത ഡീസൽ i20. പുതിയ പേപ്പർ എടുത്തല്ലേ? അത്യാവശ്യം വർക്കൊക്കെ വണ്ടിയാണ്. പാർക്കാൻ സെയിലാണല്ലേ? എങ്ങനെ ഒരു 1.3 ഡീസലിൽ വരുന്നല്ലേ? 2007 ഷിഫ്റ്റ് 1.40 ചോദിച്ച വണ്ടി 1.20. 1.20 കൊടുക്കാൻ പറ്റില്ലേ? തട്ടില്ല മുട്ടില്ല ഒന്നുമില്ല. ഓണർഷിപ്പ് എങ്ങനെ വരുന്നേ? 3 ആള് വരുന്നല്ലേ? ഇതൊരു പാർക്കിംഗ് സെയിലാണ്. ഡീസൽ വണ്ടിയാണ്. നമ്മളിവിടെ മുമ്പ് 1.20 വിറ്റ വണ്ടിയാണ്. നമ്മളിവിടെ തന്നെ വിറ്റതാണല്ലേ? 6 മാസം മുമ്പ്. ഇപ്പൊ 90 റുപ്യ കൊടുക്കാം. 90 റുപ്യക്ക് ഡീസൽ വണ്ടി 2009 വർണ്ണ. ഇതിന്റെ ഓണർഷിപ്പ് ഇപ്പൊ എങ്ങനെ വരുന്നേ? 7 ആളൊക്കെ ഉണ്ടാവും. 7 ആളായിട്ടുണ്ടാവും. നമ്മളെ കോളീസ് ആണ്. ഇതിപ്പോ കുറച്ച് 1.40 ആക്കി. 1,40,000 എത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ 1.60 1.70 ഒക്കെ ചോദിച്ചാണ്. ഇപ്പോഴത്തെ വില 1.40. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. 26 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. നല്ല വണ്ടിയാണ്. 13 ഇറ്റിയോസ് സെക്കൻഡ് ഓണർ. നമ്മളെ വീട്ടിൽ 5 കൊല്ലമായി നമ്മൾ ഉപയോഗിക്കണത്. നമ്മൾ ഉപയോഗിച്ച വണ്ടി 5 വർഷമായിട്ട് ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം. ഇതിപ്പോൾ കൊടുക്കുന്നത് ഒരു 7 സീറ്റ് എടുക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അലൈവിയിലുണ്ട്, ടച്ച് സ്ക്രീൻ സെറ്റ് ഉണ്ട്. ഇതെങ്ങനെ കൊടുക്കണം നമ്മളിപ്പോൾ? ഇത് കിലോമീറ്റർ അധികം ഓടിയില്ല, 1 ചില്ലറ ഓടിയുള്ളൂ. ഇത് നമുക്ക് 3 ലക്ഷം റുപ്യക്ക് പുതിയ ഇൻഷുറൻസ് ഇന്നെടുത്ത് ഫുൾ കവർ ഇന്നെടുത്ത് 3 ലക്ഷം രൂപ കൊടുക്കാം.